സമയം വ്യാഴാഴ്ച രാവിലെ 7:51. കണ്ണൂർ സിവിൽ സ്റ്റേഷനിലെ 3 നില കെട്ടിടമായ അനക്സ് ബ്ലോക്ക് തകർന്നതായി കണ്ണൂർ താലൂക്ക് കൺട്രോൾ റൂമിൽ വിവരം ലഭിക്കുന്നു. താലൂക്ക് കൺട്രോൾ റൂമിൽ നിന്നും വിവരം ഉടൻ ജില്ലാ കൺട്രോൾ റൂമിലേക്ക് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു. സന്ദേശത്തെ തുടർന്ന് അതിവേഗം അഗ്നിരക്ഷാസേനയും NDRFും പോലീസും എത്തി കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്നവരെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും NDRFും സംയുക്തമായി നടത്തിയ മോക്ക് ഡ്രില്ലാണ് പിഴവില്ലാതെ രക്ഷാപ്രവർത്തനത്തിന്റെ മാതൃകയായത്. കണ്ണൂർ താലൂക്ക് കൺട്രോൾ റൂമിലാണ് ആദ്യം വിവരം ലഭിച്ചത്. ഇതോടെ ജില്ലാ കൺട്രോൾ റൂമിൽ നിന്നും വിവിധ വകുപ്പുകൾക്ക് വിവരം നൽകി. ഇൻസിഡന്റ് കമാൻഡറായി അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ് സംഭവസ്ഥലത്തെത്തി ഏകോപന ചുമതല ഏറ്റെടുത്തു. ഫയർ സ്റ്റേഷൻ ഓഫീസർ KV ലക്ഷ്മണന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനയുടെ ഒരു യൂണിറ്റും സിവിൽ ഡിഫൻസ് സേനയുമാണ് ആദ്യം കുതിച്ചെത്തിയത്. ഉടൻ കെട്ടിടത്തിലേക്ക് വലിഞ്ഞു കയറി 2 പേരെ കയർമാർഗം താഴെയിറക്കി. ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ KT താഹയുടെ നേതൃത്വത്തിൽ സജ്ജമായ മെഡിക്കൽ സംഘം പ്രഥമ ശുശ്രൂഷ നൽകി. പരിക്കേറ്റവരെ ആംബുലൻസ് മാർഗം ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നാലെ NDRF ഡെപ്യൂട്ടി കമാൻഡർ ശങ്കർ പാണ്ഡ്യൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ ദുരന്ത നിവാരണ സേന സ്ഥലത്തെത്തി. അപകടത്തിൻ്റെ വ്യാപ്തി ദ്രുതഗതിയിൽ വിശകലനം ചെയ്ത ശേഷം 3 സംഘമായി പിരിഞ്ഞു രക്ഷാപ്രവർത്തനം തുടങ്ങി. ഒരു സംഘം തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മുറിച്ചുമാറ്റി അകത്ത് പ്രവേശിച്ചു. തുടർന്ന് നടന്ന പരിശോധനയിൽ കുടുങ്ങിക്കിടന്നവരെ കണ്ടെത്തി കയർമാർഗം താഴെയിറക്കി. 1 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനം 8:52ഓടെയാണ് പൂർത്തിയായത്. അപകടത്തിൽ പരിക്കേറ്റ 5 പേരിൽ ഗുരുതരമായി പരിക്കേറ്റയാളെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 2 പേരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. നിസാര പരിക്കുകളുള്ള 2 പേരെ പ്രഥമ ശുശ്രൂഷ നൽകി വിട്ടയച്ചു. രക്ഷാപ്രവർത്തന ശേഷം ഇൻസിഡന്റ് കമാൻഡർ കൂടിയ അസിസ്റ്റന്റ് കളക്ടർ അനൂപ് ഗാർഗ്, NDRF ഡെപ്യൂട്ടി കമാൻഡർ ശങ്കർ പാണ്ഡ്യൻ എന്നിവർ ജില്ലാതല ഓഫീസർമാരോട് കാര്യങ്ങൾ വിശദീകരിച്ചു. First of all, congratulations and thank you for each and every stakeholder here for taking time out and participating in this mock drill process. First of all, let's give a big round of applause to the NDRF people for the work that they have been doing. It's incredible. I think across the country, not even the country, I was told that even outside country they're going and they're rescuing people at this odd hour. So amazing work. So I just want to give applause. Just clap guys, everybody. Thank you so much. They have come all the way from Thrissur from here. At the same time, all the other departments that they've taken part. The disaster management is very sensitive issue, and you know that we have seen this impact in the year 2018 and 2019. So we have to be ready and on our toes. You don't know when disaster strikes, and we have to make sure that there is not even a single casualty. States like Odisha have done really well when it comes to disaster, and even Kerala, we have seen over the years, have been improving. So once again, thank you so much for coming here. മികച്ച ഏകോപനത്തിനുള്ള ഉപഹാരം ശങ്കർ പാണ്ഡ്യൻ അസിസ്റ്റന്റ് കളക്ടർക്ക് നൽകി. വിവിധ വകുപ്പ് മേധാവികളും ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.